ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ ക്വസ്റ്റ്യൻ ആൻസർ ആണ്, ആക്ടിവിറ്റീസാണ് നോക്കാം. കുറച്ച് മീനിങ്സ് തന്നിട്ടുണ്ട്, അത് എഴുതാം. ലെറ്റ്സ് റീവിസിറ്റ് ദ പോയം. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ സിമിലർ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ ആൻഡ് റൈറ്റ് ദം ഡൗൺ. എന്താണ് ആ കുട്ടിയുടെയും വൃദ്ധൻ്റെയും സമാനമായ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു നോക്കാം. ബോത്ത് ഓഫ് ദം ഡ്രോപ്പ് ദെയർ സ്പൂൺ ആൻഡ് വെറ്റ് ദെയർ പാൻ ആൻഡ് ക്രൈ. അല്ലേ? എന്താണ്, രണ്ടുപേരും തവികൾ എപ്പോഴും താഴെയിടും, പിന്നെ എന്താണ്, പാൻറ് നനയ്ക്കും ചെയ്യും, കരയും ചെയ്യും. അല്ലേ? ഓക്കെ. ഇനി ഐ നോ വാട്ട് യു മീൻ. വൈ ഡസ് ദ ഓൾഡ് മാൻ സേ സോ? because the old man is also lacking ground up attention. അല്ലേ? എന്താണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം, എന്തുകൊണ്ടാണ് വൃദ്ധ എങ്ങനെ പറഞ്ഞത് എന്ന്. അപ്പോൾ എന്താ പറഞ്ഞത്? ഓൾഡ് മാൻ അങ്ങനെ പറയാൻ കാരണം എന്താ? കാരണം ഓൾഡ് മാനും മുതിർന്നവരുടെ ശ്രദ്ധ കുറവാണ്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? Is the little boy or the old man satisfied? By justify your answer. Both of them are not satisfied because no one is bothering about them. എന്താണ്, ചെറിയ കുട്ടിയോ വൃദ്ധനോ സംതൃപ്തനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട്? എന്താണ് ഉത്തരം? എന്താണ്, ആരും അവരെ ശല്യപ്പെടുത്താത്തതിനാൽ ഇരുവരും തൃപ്തരല്ല. ഓക്കെ. ബോദറിങ്, ആരും അവരെ ശ്രദ്ധിക്കാത്തതിനാൽ. ഓക്കെ. ആക്ടിവിറ്റി എന്താണ്? ദ ലിറ്റിൽ ബോയ് ഫെൽറ്റ് ഇൻ ദ വാംത്ത് ഓഫ് ദി wrinkled old man. Here wrinkled old hands describe old age. Okay. Add a few more words describing old age. Okay. എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക? എന്താണ്, വാർദ്ധക്യത്തെ എങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുക? എങ്ങനെയൊക്കെയാണ്? നരച്ച മുടി, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, പിന്നെ വിറയ്ക്കുന്ന കൈകൾ, അല്ലേ? ഉറക്കമില്ലായ്മ. ഓക്കെ. സ്ലീപ്ലെസ്നെസ്, ഷവറിങ് ഹാൻഡ്സ്, പുവർ ഹിയറിങ്, പിന്നെ പുവർ ഐസൈറ്റ്, ഗ്രേ ഹെയർ. ഓക്കെ. ഇനി അടുത്തത് പ്രവർത്തനം 2. പിക്ക് ഔട്ട് ദ ലൈൻസ് പോയം ആൻഡ് റീറൈറ്റ് ദം ഓഫ് ദി കോൺവെർസേഷൻ. എന്താണ്, കവിതയിൽ നിന്ന് വരികൾ തിരഞ്ഞെടുത്ത് അവ സംഭാഷണത്തിൻ്റെ രൂപത്തിൽ മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതാം? അപ്പോൾ ലിറ്റിൽ ബോയ് എന്താ പറയുക? ലിറ്റിൽ ബോയ് പറയാണ്, സംടൈംസ് ഐ ഡ്രോപ്പ് മൈ സ്പൂൺ. അപ്പം എന്താണ്, ചിലപ്പോൾ ഞാൻ എൻ്റെ സ്പൂൺ താഴെ ഇടും. അപ്പോൾ ഓൾഡ് മാൻ എന്താ, ഐ ഡു ദാറ്റ് സംടൈംസ്. ചിലപ്പോൾ അങ്ങനെ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഐ വെറ്റ് മൈ പാൻറ്. ലിറ്റിൽ ബോയ് പറയാം, ഞാൻ എൻ്റെ പാൻറ് ഒന്ന് നനയ്ക്കും. അപ്പം ഓൾഡ് മാൻ പറയാം, ഞാനും ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ. ഐ ഡു ദാറ്റ് സംടൈംസ്, ഐ ഓൾസോ ഡു ദാറ്റ്. ഓക്കെ. ലിറ്റിൽ ബോയ് ഗ്രൗണ്ട് അപ്പ് ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ. എന്താണ്, കുട്ടി പറയപ്പോൾ ഞാൻ എൻ്റെ എന്താണ് മുതിർന്നവർ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയില്ലേ? അതാണ്. അപ്പോൾ ഓൾഡ് മാൻ പറയാം, ഐ നോ യുവർ മൈൻഡ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. അപ്പോൾ എന്താണ്, എൻ്റെ മനസ്സ് എനിക്കറിയാം, എനിക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന്. ഓക്കെ. വൃദ്ധനും അതുതന്നെയാണ് പറയണം. വൃദ്ധനും അതുപോലെയുള്ള സിറ്റുവേഷൻസ് അഭിമുഖീകരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ലിറ്റിൽ ബോയ് ആൻഡ് ഓൾഡ് മാനിലെ ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ.